നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് ഗോദീശ്വരം ബീച്ചിലാണ്. ബേപ്പൂരിനോട് ചേർന്നുള്ള ഗോദീശ്വരം ബീച്ച് ഏറ്റവും ക്ലീനായ ഒരു ബീച്ചായി മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ഗോദീശ്വരം ബീച്ചിൽ ലക്ഷ്യമിടുന്നത്. ഒരുപാട് വാട്ടർ സ്പോർട്സ് ഇവൻറ്റുകൾ കൂടി നടത്താൻ പറ്റുന്ന തരത്തിലേക്ക്, ലോകോത്തര നിലവാരത്തിലേക്ക് ഈ ബീച്ചിനെ ഉയർത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ₹1 കോടി വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇരിപ്പിടങ്ങളും നടപ്പാതകളും ലൈറ്റിങ്ങുകളുമാണ് ഗോദീശ്വരം ബീച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ സമഗ്രമായൊരു മാസ്റ്റർ പ്ലാനാണ് സർക്കാർ വീണ്ടും സ്വപ്നം കാണുന്നത്. ഈ കാണുന്ന പ്രദേശത്താകെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, ഇതിനോട് ചേർന്ന് ഒരു അമ്യൂണിറ്റി സെൻറ്റർ കൊണ്ടുവരിക. ഏതാണ്ട് ₹3 കോടി ഒരു പ്രൊജക്റ്റ് ഗോദീശ്വരം ബീച്ചിനായി മനസ്സിലുണ്ട് എന്നാണ് ടൂറിസം വകുപ്പ് തന്നെ പറയുന്നത്. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ബീച്ചുകൾക്ക് ലഭിക്കാറുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, അതാണ് ഗോദീശ്വരം ബീച്ചിൽ ലക്ഷ്യമിടുന്നത്. രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു ബീച്ചാക്കി മാറ്റുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ് ടൂറിസം വകുപ്പിനുള്ളത്. എന്നിട്ട് ബീച്ച് ആകെ മാറിയല്ലോ അല്ലേ? ബീച്ച് മാറി, നടപ്പാതെ വന്ന് ഇരിക്കാനുള്ളത് വന്ന്, പിന്നെ നല്ല ആളുകൾക്കൊക്കെ നല്ല പെരുമാറാനുള്ള സൗകര്യങ്ങളൊന്നും, വണ്ടി, സൈക്കിൾ, ഇതൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റും. മറ്റ് ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ നല്ല ക്ലീനാണ്. കോഴിക്കോട് ബീച്ചിനെ കാട്ടി നന്ന് ഇപ്പോൾ നല്ല സൗകര്യം ഉണ്ടല്ലോ, എല്ലാം ക്ലീനാണ് ഇപ്പോൾ, നീറ്റാണ്. ഗോദീശ്വരം പോലുള്ള ബീച്ചുകളുടെ നവീകരണം ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന, നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കേരളത്തിൽ, നമ്മൾ ആസ്വദിക്കാതെ പോകുന്ന അതുപോലൊരു ഇടമായിരുന്നു ഗോദീശ്വരം. എന്തായാലും ഒരു മാറ്റം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നടപ്പാതകളുണ്ട്, ഇരിക്കാം, നടക്കാം, കാറ്റുകൊള്ളാം, കടലാസ്വദിക്കാം ആവോളം എന്നുള്ളത്. അപ്പോൾ മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. തൽക്കാലം ഗോദീശ്വരം ബീച്ചിൽ നിന്ന് നമ്മൾ യാത്ര പറയുന്നു.